കോട്ടയത്ത് പാലായിൽ എലിക്കുളം പഞ്ചായത്തിൽ അവിടെ RSSൻ്റെ ഒരു ശാഖ നേതാവിൻ്റെ ക്രൂരമായ ലൈംഗിക അതിക്രമം കാരണം ഒരു RSS പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. ആ RSS പ്രവർത്തകൻ്റെ ആത്മഹത്യാ കുറിപ്പ് അത് ഇൻസ്റ്റഗ്രാമിൽ പബ്ലിക്കായി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കൃത്യമായ ഒരു വിവരണമാണ് ആ ആത്മഹത്യാ കുറിപ്പിലുള്ളത്. ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് 4 വയസ്സ് തൊട്ട് അയാളെ ലൈംഗികമായി അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. RSSൻ്റെ ക്യാമ്പിൽ ചെന്നപ്പോൾ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ്. RSS ക്യാമ്പുകളിൽ ലൈംഗിക അതിക്രമണം നടന്നുവെന്നും അതിൽ കൃത്യമായി ഒരു പ്രതിയുടെ പേരെഴുതി വെച്ചിട്ടും ഈ ദിവസം വരെ കേരളത്തിലെ പോലീസ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു RSS നേതാവിനെതിരെ ഒരു ലൈംഗിക അതിക്രമണം, അതും പോക്സോയാണ്. കാരണം 4 വയസ്സ് മുതൽ എന്നാണ് പറയുന്നത്. 4 വയസ്സ് മുതൽ ഒരു കുട്ടിയെ, കൊച്ചുകുട്ടിയെ RSS ക്യാമ്പിൽ വെച്ച് ലൈംഗിക അതിക്രമണം നടത്തിയെന്നും അതിന്മേലുണ്ടായ മാനസിക വിഷമം കാരണം താൻ ഡിപ്രഷനിലായെന്നും ആ ഡിപ്രഷൻ മുഖേനയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് പരസ്യമായ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ച് ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തിട്ട് ആ ആത്മഹത്യക്ക് കാരണക്കാരായ RSSൻ്റെ നേതാവിനെതിരെ ഇതേവരെ നടപടിയെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കേരളത്തിലെ പോലീസ് തയ്യാറായിട്ടില്ല. സത്യത്തിൽ കേരളത്തിൽ ഒരു NDAയുടെ മുഖ്യമന്ത്രിയാണോ ഭരിക്കുന്നത്? അല്ലെങ്കിൽ RSS നേതാവിനെതിരെ ഇതുപോലെ ഗുരുതരമായ ഒരു ലൈംഗിക അതിക്രമം നടത്തിയിട്ട് ഒരു കേസ് പോലും എടുക്കാത്ത, ഒരു അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇത്ര ദുർബലമായ ഒരു ഭരണമാണോ കേരളത്തിൽ നടക്കുന്നത്? അമിത്ഷായെ കണ്ട് കാല് പിടിക്കുമ്പോൾ പലതും കേരളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്. ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾ സമരരംഗത്തേട്ട് പോവുകയാണ്. ആ RSS നേതാവിനെതിരെ നടപടിയെടുക്കണം, RSS നേതാവിനെ അറസ്റ്റ് ചെയ്യണം. RSS ശാഖകളിൽ നടക്കുന്ന ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് കണ്ടെത്തണം. കാരണം ആ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് സെക്ഷൽ അബ്യൂസ് ആൻഡ് ഫിസിക്കൽ അബ്യൂസ് എന്നുള്ളതാണ്. RSSൻ്റെ ഇതുപോലുള്ള ക്യാമ്പുകളിൽ സെക്ഷൽ അബ്യൂസ് ആൻഡ് ഫിസിക്കൽ അബ്യൂസ് നടക്കുന്നുണ്ടെന്നാണ് കുടുംബം മുഴുവൻ RSSകാരനായ ഒരു RSSൻ്റെ പ്രവർത്തകൻ ആയിരുന്ന ആൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്മേൽ അന്വേഷണം ഉണ്ടാകണം, കൃത്യമായി ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആവശ്യവുമായി ബന്ധപ്പെട്ട് സമരരംഗത്തേക്കും പോവുകയാണ്. ഇതല്ലാത്ത മറ്റൊരു കാര്യം കൂടെ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഇതുവരെ തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല. 2 മാസം പിന്നിടുന്നു. ഇങ്ങനെ പേരാമ്പ്ര വിഷയമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോലും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷൻ ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അതിൻ്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കേണ്ടത് ഡൽഹിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. ദേശീയ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വമായി സംസാരിക്കുന്നുണ്ട്. അതിന്മേൽ ഉടൻ തന്നെ അതിനകത്തൊരു തീരുമാനം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ചാർജുള്ള AICC സെക്രട്ടറി ശ്രീ കൃഷ്ണ അല്ലവരും, അദ്ദേഹം ബീഹാറിൻ്റെ ചുമതലക്കാരൻ കൂടിയാണ്. അപ്പോൾ ബീഹാറിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും ഉടനെ തന്നെ അതിന്മേൽ കൂടിയാലോചനകൾക്ക് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും.